ഗൈസ്, ഇന്ന് ഞാനൊരു ജപ്പാൻ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് നല്ലപോലെ കഴുകി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 1-2 മണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ 2 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. മാരിനേറ്റ് ചെയ്യണതിൻ്റെ സമയം കൂടുന്തോറും ടേസ്റ്റ് കൂടും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പം ഞാൻ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ നമുക്കിതിലോട്ടിട്ട് വറുത്തെടുക്കാം. ഏകദേശം ഈ കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരാവുന്നതാണ്. അപ്പം ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ വറുത്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സോസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. അതിനായിട്ട് 1 ടീസ്പൂൺ വെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് 6 വെളുത്തുള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞതും 3 പച്ചമുളകും ചേർത്ത് കൊടുത്തു. നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 250 ml കപ്പിലെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ. ഇപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ചെറുതാക്കി ഇടാം. തീ സിമ്മിലിട്ടതിന് ശേഷം നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 20 അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലിൽ ഇതിടുമ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അതിന് ശേഷം നമ്മൾ പിന്നെ അത് ഇളക്കി ഇതിലെ കട്ടകൾ മുഴുവൻ തീർത്തെടുക്കേണ്ടതാണ്. നമ്മൾ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് കട്ടകൾ നമുക്ക് ഉടഞ്ഞു കിട്ടും. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കട്ടകളൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. പാലും നല്ലപോലെ കുറുകി വന്നു. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ആ പാലിൽ കിടന്നതൊന്ന് തിളയ്ക്കണം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ കഷ്ണങ്ങളിലോട്ടും നമ്മുടെ സോസ് ആവണ പോലെ നമുക്കത് നല്ല പോലെ അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജപ്പാൻ ചിക്കൻ. വളരെ ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ആ ഒരു മധുരവും ഉപ്പും എരിവും എല്ലാം കൂടി വളരെ ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കറി ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.